നമസ്കാരം. കാനഡയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ ട്രംപുമായി നേരിട്ട് മുട്ടാനാണ് പ്രധാനമന്ത്രി മാർക്ക് കാർണി ഒരുങ്ങുന്നത്. ട്രംപിനെ കടന്നാക്രമിച്ചുകൊണ്ട് നേരത്തെ രംഗത്ത് വന്ന അദ്ദേഹം പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും ട്രംപ് വിരുദ്ധത വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ്. കാനഡയുടെ പ്രധാനമന്ത്രി പദവും ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നേതൃത്വവും ഏറ്റെടുത്തതിന് പിന്നാലെയാണ് കാർണി രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 28-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒക്ടോബർ 20-നുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരിക്കെ ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി ചുമതലയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിലാണ് മാർക്ക് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ അന്യായമായ വ്യാപാര നടപടികളും കാനഡയുടെ പരമാധികാരത്തിനെതിരായ ഭീഷണികളും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് മാർക്ക് കാർണി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ട്രംപിനെ നേരിടാനും ഏവർക്കും അനുയോജ്യമായ പുതിയ കനേഡിയൻ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനും ശക്തവും അനുകൂലവുമായ ജനവിധി വേണമെന്നും നമുക്ക് മാറ്റം ആവശ്യമാണെന്നും കാർണി ചൂണ്ടിക്കാട്ടി. അതേസമയം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകളിൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്കാണ് മുൻതൂക്കം. കാനഡയെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തോടും കാനഡയ്ക്കെതിരായ തീരുവ വർദ്ധിപ്പിച്ച നടപടിയും വോട്ടാക്കി മാറ്റാനാണ് ലിബറൽ പാർട്ടിയുടെ ലക്ഷ്യം. ഹൗസ് ഓഫ് കോമൺസിലെ 343 സീറ്റുകളിലേക്കും ജില്ലകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. നിരവധി പാർട്ടികൾ മത്സര രംഗത്തുണ്ടെങ്കിലും ലിബറലുകൾക്കും കൺസർവേറ്റീവുകൾക്കും മാത്രമാണ് സർക്കാർ രൂപീകരണ സാധ്യത. ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു മാർച്ച് 9-ന് മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയത്. 14-ന് തന്നെ കാനഡയുടെ 24-ാം പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിന് പിന്നാലെ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് കാർണി സ്വീകരിച്ചത്. 13 പുരുഷന്മാരും 11 സ്ത്രീകളും ഉൾപ്പെടെ 24-അംഗ മന്ത്രിസഭയാണ് രൂപീകരിച്ചത്. മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് മാർക്ക് കാർണി. സ്വകാര്യ മേഖലയിലാണ് 59-കാരനായ കാർണി തന്റെ തൊഴിൽ ജീവിതം ആരംഭിച്ചത്. ഗോൾഡ്മാൻ സാക്സിന്റെ ലണ്ടൻ, ടോക്കിയോ, ന്യൂയോർക്ക്, ടൊറന്റോ ഓഫീസുകളിൽ 1 ദശാബ്ദത്തിലേറെ ചെലവഴിച്ചു. തുടർന്ന് കാനഡയിലേക്ക് മടങ്ങി 2003-ൽ പൊതുസേവനത്തിൽ പ്രവേശിച്ചു. രാജ്യത്തിന്റെ പണനയത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ബാങ്ക് ഓഫ് കാനഡയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതരായി. അടുത്ത വർഷം ധനകാര്യത്തിൽ മുതിർന്ന അസോസിയേറ്റ് ഡെപ്യൂട്ടി മന്ത്രിയായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമായ 2008 മുതൽ 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായി കാർണി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നടത്തി. 2013 മുതൽ 2020 വരെ അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യത്തെ ബ്രിട്ടീഷുകാരനല്ലാത്ത വ്യക്തിയായി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വിട്ടതിനു ശേഷം കാലാവസ്ഥാ നടപടികളിലും ധനകാര്യത്തിലും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധിയായി കാർണി പ്രവർത്തിക്കാൻ തുടങ്ങി.